ഹലോ ഗൈസ്, കുറേയായി ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കണം. ഇന്ന് വീണ്ടും ആ ഉൾവിളി വന്നു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഇതന്നെ പറ്റിയ ടൈമെന്ന് ഞാനും കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ മൊത്തത്തിൽ 7 കുട്ടികളാണുള്ളത്. അതിൽ ഒരു ഗ്രൂപ്പ് 2 മാസം മുമ്പേ ബുക്ക് ചെയ്ത സംഭവമാണിത്. അതെ, ടീച്ചേഴ്സ് ഡേക്ക് ഓളെ ടീച്ചേഴ്സിന് കൊടുക്കാൻ ഒരു വെറൈറ്റി ഗിഫ്റ്റ്. പിന്നെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് വേഗം ചെയ്ത് കൊടുക്കണം എന്നാണല്ലോ ആര് പറഞ്ഞേ? കേട്ടില്ലേ? കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്ന് അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. അപ്പോൾ ഇതാണ് നമ്മളെ കഥാനായിക സേറ. ഇംഗ്ലീഷ് ടീച്ചർ ആവാനാണ് അത്ര ആഗ്രഹം. ആളൊരു സകല കലയാണ്. ബൈ ഞാൻ എൻ്റെ ടോപ്പിക്കിൽ നിന്ന് സ്കിപ്പാവുന്നുണ്ട്. അപ്പം ബാക്ക്. അപ്പോൾ നമ്മളിവിടെ ടീച്ചേഴ്സിൻ്റെ പിക്കൊക്കെ വെച്ചിട്ട്, അതായത് ഓള ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, ഒരു അടിപൊളി കോട്ടൊക്കെ വെച്ചിട്ട് ഒരു കാർഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാർഡ് പ്രിൻ്റ് എടുത്തപ്പോൾ കട്ട് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നതാണ്. മൊത്തത്തിൽ 15 ടീച്ചേഴ്സ് ഉണ്ടെന്ന് അവൾ പറഞ്ഞേ. എന്തായാലും കാർഡ് സെറ്റാക്കിന്. ഇനി ഈ കാർഡുമിലേക്ക് വെക്കാൻ ഒരു ഡയറി മിൽക്കും ഒരു റെഡിങ് പേന വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. റെഡിങ് ആണല്ലോ നമ്മൾ ടീച്ചേഴ്സിൻ്റെ മെയിൻ. ഒന്നുകൂടി മൊത്തത്തിലൊന്ന് സൂപ്പറാക്കാൻ ചെറിയൊരു അലങ്കാരപ്പണി. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന എൻ്റെ ബോ അല്ലേ, അത് ഒരു 15 കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ കാർഡുമേലും ഒരു പെന്നും ഒരു ഡയറി മിൽക്കും പിന്നെ ആ ബോയും വെച്ച് സെറ്റാക്കാനാണ് പ്ലാൻ. അപ്പോൾ എങ്ങനെ കണ്ടോക്കല്ലേ? ഈ ബോൻ്റെ എൻഡിങ്ങൊക്കെ ഒന്ന് ഫിനിഷിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി എടുക്കുക എന്ന് തന്നെയല്ലേ പറയാം. എന്തെങ്കിലും ആവട്ടെ, സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ചോക്ലേറ്റും പെന്നൊക്കെ എങ്ങനെ ആദ്യമേ സെറ്റാക്കി എടുക്കുന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ? വഴിയുണ്ട്. ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഇങ്ങനെ വെക്കാൻ ഞാൻ വിചാരിക്കണേ. പിന്നെ അതിൻ്റെ ഒരു ഹുക്ക് ഉണ്ടല്ലോ, അതിമേ അങ്ങ് കൊളുത്തിയിടാം. വേണമെങ്കിൽ സേഫ്റ്റിക്ക് അവിടെ ഒരു ഡബിൾ സൈഡ് വെച്ച് കൊടുക്കാം. കുട്ടികൾ കൊണ്ടുപോകണല്ലേ, റിസ്ക് എടുക്കണ്ട. അപ്പോൾ അതിങ്ങനെ ഓരോ ചോക്ലേറ്റും പിന്നെ അതിൻ്റെ കൂടെ ഒരു പെന്നുമേലൊരു ബോയും വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ബോ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് സെറ്റാക്കാൻ വിചാരിക്കണേ. പെന്നമ്മ വെക്കുക എന്നല്ലാതെ വേറൊരു സ്പേസ് ഞാൻ കണ്ടില്ല. അപ്പോൾ പിന്നെ ബോ ഇല്ലാഞ്ഞൊരു മോശമല്ലേ, എൻ്റെ ഒരു ട്രേഡ് മാർക്കാണല്ലോ. അപ്പോൾ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ദ പ്രൊസീജിയർ 15 ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കുക. സംഭവം സെറ്റായി. ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയുണ്ട് അല്ലേ? ബോറോറുമൊന്നുമില്ലല്ലോ. എന്തായാലും ടീച്ചർമാർ അന്തം വിടും. നമുക്കുണ്ട് അതിന് കുറേ ടീച്ചേഴ്സ് ഡേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 15 സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സംഭവം എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബായ്.